കോട്ടയത്ത് വൈക്കത്ത് മുറിഞ്ഞപുഴയിൽ വള്ളം അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത വരുന്നു. 30ഓളം പേർ വള്ളത്തിലുണ്ടായതായാണ് വിവരം. കാട്ടിക്കുന്ന് ഭാഗത്തേക്ക് പോകുന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. അതിന്റെ വിശദാംശങ്ങൾ അറിയുന്നതേ ഉള്ളൂ. 30 പേർ വള്ളത്തിലുണ്ടായിരുന്നു, ചിലർ നീന്തി രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. വൈക്കത്ത് ആണ് വള്ളം മറിഞ്ഞ് അപകടം ഉണ്ടായിരിക്കുന്നത്. മുറിഞ്ഞപുഴ എന്നയിടത്താണ് അപകടത്തിൽപ്പെട്ടെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. നമുക്ക് അഖിലിലേക്ക് വിശദാംശങ്ങൾക്കായി പോകേണ്ടതുണ്ട്. വൈക്കം ഭാഗത്താണ് വള്ളം മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. മുറിഞ്ഞപുഴയിൽ ആണ് അപകടം എന്നുള്ള വിവരം കൂടി വരുന്നത്. അഖിൽ, എന്താണ് വിശദാംശങ്ങൾ? രക്ഷിക്കാനായിട്ടുണ്ടോ? 30 പേർ വള്ളത്തിൽ ഉണ്ടായിരുന്നു എന്നാണല്ലോ വിവരം. വിനീത, ഇവർ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് മരണാനന്തര ചടങ്ങിന് പോയവരാണ്. കാട്ടിക്കുന്ന് ഭാഗത്തേക്ക് ഈ ആറിലൂടെ പോകുന്നതിനിടയിൽ ഈ വള്ളം മറിയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 23ഓളം പേരുണ്ടായിരുന്നു എന്ന് പറയുന്നത്. പരിക്കേറ്റവരെ വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ആർക്കും അതായത് ഗുരുതരമായ പരിക്കില്ല എന്നാണ് പ്രാഥമികം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. കാരണം ഇവരൊരു മരണാനന്തര ചടങ്ങിൽ കൂടുതൽ ആളുകൾക്കും നീന്തൽ അറിയുന്നവരായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ചുപേർ സ്വമേധയാ നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റു ചില ആളുകളെയാണ് ഇത്തരത്തിൽ ആറിൽ നിന്നും കരയിലേക്ക് കയറ്റി ഈ വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരൊരു മരണാനന്തര ചടങ്ങിന് പോവുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. വിനീത, വൈക്കത്ത് മുറിഞ്ഞപുഴയിലാണ് ഇപ്പോൾ വള്ളം മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. 23 പേരെ രക്ഷിച്ചു എന്ന വിവരം കൂടി വരുന്നു. ഇവരെ വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാട്ടിക്കുന്ന് നിന്ന് പാണാവള്ളിയിലേക്ക് പോയ വള്ളമാണ് മറിഞ്ഞിരിക്കുന്നത്. ഇതൊരു മരണാനന്തര ചടങ്ങിന് പോയവരാണ് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. വൈക്കം ചെമ്പ് ഭാഗത്താണ് വള്ളം മറിഞ്ഞ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഫയർഫോഴ്സ് ഏതായാലും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കാട്ടിക്കുന്ന് നിന്ന് പാണാവള്ളിയിലേക്ക് പോയ വള്ളമാണ് മറിഞ്ഞിരിക്കുന്നതെന്നാണ്. 23 പേര് രക്ഷിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 30-നടുത്ത ആളുകൾ ഈ വള്ളത്തിലുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. കാണാതായവർക്കായി തെരച്ചിൽ നടത്തുകയുമാണ്. വൈക്കം മുറിഞ്ഞപുഴയിലാണ് അപകടമുണ്ടായിരിക്കുന്നതും. അഖിൽ, ഇതിൽ 30 പേരുണ്ടായിരുന്നു എന്നത് സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ? ഇവരെല്ലാം ഒരു ഭാഗത്തു നിന്ന് ഒരേ കുടുംബത്തിൽപ്പെട്ടവരോ അങ്ങനെ എന്തെങ്കിലുമാണോ, ബന്ധുക്കളാണോ? അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? വിനീത, ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഇവർ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഈ 30ഓളം പേരുണ്ടായിരുന്ന ഒരു വള്ളത്തിൽ എന്നാണ് ചടങ്ങിലേക്ക് പോവുകയായിരുന്നു. അതായത് ആ വീട്ടിലേക്ക് പോകാൻ ഒരു ആറിലൂടെ പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്താണ് ഈ അപകടം ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് കാട്ടിക്കുന്ന് ഭാഗത്തേക്കാണ് ഇവർ വള്ളത്തിൽ സഞ്ചരിച്ചിരുന്നത്. അതിനിടയിലാണ് ഈ വള്ളം മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പരിക്കേറ്റവരെ നിലയിൽ 23 പേര് രക്ഷിച്ചിട്ടുണ്ട്. പരിക്കേറ്റ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ആരെങ്കിലും ആളുകൾ അകപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റ് വിശദാംശങ്ങൾ, ഒരുപക്ഷെ ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോ അങ്ങനെയുള്ള മറ്റ് കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ നിന്നുമായിരിക്കും എത്ര പേരുണ്ടായിരുന്നു കൃത്യമായ കണക്കൊക്കെ ഒരുപക്ഷെ ഈ വള്ളക്കാരനോ അല്ലെങ്കിൽ മറ്റാരിൽ നിന്നുമൊക്കെ ആയിരിക്കും കൃത്യമായ കണക്കുകൾ ലഭ്യമാവുക. ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ സംബന്ധിച്ച കൂടുതൽ വിശദമായ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥലത്തെത്തി പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആരെങ്കിലും വെള്ളത്തിലുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അവരെ എടുത്തിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടത് ഈ പാണാവാലിയിൽ നിന്നും വന്നവരാണ് എന്നാണ് മനസ്സിലാക്കാൻ പറയുന്നത്. ഒരു 3 പേരെ കാണാനില്ല എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കൃത്യമായ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. 3 പേരെ കാണാനില്ല എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വിനീത, ശരി, രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. 3 പേരെ കാണാനില്ല എന്നതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വിവരങ്ങൾ. വള്ളത്തിലുണ്ടായിരുന്നവരെല്ലാം മരണാനന്തര ചടങ്ങുകൾക്ക് പോയവരാണ് എന്നതാണ്. കാട്ടിക്കുളത്തെ മരണത്തിന് വന്നവരാണ് ഇവരെല്ലാം. അതിൽ 3 പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നതെന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നമുക്ക് പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. കാട്ടിക്കുന്ന് മേഖലയിലുള്ള ജനപ്രതിനിധികളെ ഉൾപ്പെടെ നമുക്ക് വിളിക്കേണ്ടതുണ്ട്. കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ വരേണ്ടതുണ്ട്. ഏതായാലും 23 പേര് രക്ഷിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ 3 പേരെ കാണാതായി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വള്ളം തലകീഴായി മറിഞ്ഞു എന്നതാണ്. പാണാവള്ളിയിലേക്ക് പോയ വള്ളമാണ് മറിഞ്ഞതെന്നാണ്. ചെമ്പിനടുത്ത് തുരുത്തേയിലാണ് അപകടമുണ്ടായത്. ഇതിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. 23 പേരെ രക്ഷിക്കാനായി എന്ന ആശ്വാസകരമായ വിവരം കൂടി വരുന്നുണ്ട്.
എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിവരമാണ്. എല്ലാവരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പാണാവല്ലിയിൽ നിന്നും കാട്ടിക്കുളത്തെ മരണ വീട്ടിലേക്ക് വന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സ് ഏതായാലും രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ഇനി ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. വൈക്കത്താണ് അപകടമുണ്ടായത്. അഖിൽ, ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായ ഒരു വിവരം വരുന്നത് എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നുള്ളതാണല്ലോ. വിനിത, അത്തരത്തിലൊരു വിവരമാണ് ലഭിക്കുന്നത്. നമുക്കത് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ ഇപ്പോഴും കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും പരിശോധന ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് ഇത്തരത്തിൽ പൂർണ്ണമായി എല്ലാം രക്ഷപ്പെടുത്തിയെന്നൊരു സ്ഥിരീകരണം നിലവിൽ ഇപ്പോഴും വന്നിട്ടില്ല. എന്തായാലും അവിടെ പരിശോധന നടത്തുന്നുണ്ട്. കാരണം ഈ വള്ളത്തിൽ കൃത്യമായി എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ എണ്ണത്തിലൊക്കെ തന്നെ ഒരു കൃത്യത വരേണ്ടതുണ്ട്. നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള പ്രാഥമികമായ വിവരങ്ങളാണ് 23 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളത്. അത്തരത്തിൽ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് പ്രാഥമികമായി ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ ശരി